കുട്ടികളെ. കുടിയേറ്റം ജനസംഖ്യ കണക്കാക്കുന്നതിനുള്ള പ്രധാന സൂചകങ്ങളിലൊന്നാണ് കുടിയേറ്റം. ജനസംഖ്യ ശാസ്ത്രം എന്നത് ജനങ്ങളെക്കുറിച്ചുള്ള ചിട്ടയായ പഠനമാണ്. ഗ്രീക്ക് പദങ്ങളായ ഡെമോസ്, ഗ്രാഫൈൻ എന്നീ പദങ്ങളിൽ നിന്നുമാണ് ഡെമോഗ്രഫി എന്ന പദം ഉരുത്തിരിഞ്ഞു വന്നത്. ജനന മരണ നിരക്കുകൾ, കുടിയേറ്റം, ജനസാന്ദ്രത തുടങ്ങിയവയെക്കുറിച്ച് ജനസംഖ്യാ ശാസ്ത്രം പഠനം നടത്തും. ജനസംഖ്യയുടെ വലുപ്പത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ജനനം, മരണം, കുടിയേറ്റം എന്നിവ. കുടിയേറ്റം ജനസംഖ്യ വലുപ്പത്തെ വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ട്. കുടിയേറ്റം ഒരു പ്രദേശത്തു നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായോ താൽക്കാലികമായോ ജനങ്ങൾ മാറി താമസിക്കുന്നതിനെയാണ് കുടിയേറ്റം എന്ന് പറയുന്നത്. കുടിയേറ്റത്തിന് നിരവധി കാരണങ്ങളുണ്ട്. അവയാണ് മെച്ചപ്പെട്ട വരുമാനം, തൊഴിലവസരം, വിദ്യാഭ്യാസം, ഉയർന്ന സാമൂഹിക പദവി, ആരോഗ്യം എന്നിവ. കുടിയേറ്റത്തെ പ്രധാനമായും രണ്ടായി തിരിച്ചിരിക്കുന്നു: ആഭ്യന്തര കുടിയേറ്റം, രാജ്യാന്തര കുടിയേറ്റം. ആഭ്യന്തര കുടിയേറ്റം എന്നത് രാജ്യാതിർത്തിക്കുള്ളിലുള്ള കുടിയേറ്റമാണ്. എന്നാൽ രാജ്യാന്തര കുടിയേറ്റം എന്നാൽ രാജ്യാതിർത്തി കടന്നുള്ള കുടിയേറ്റങ്ങളെയാണ് പൊതുവെ രാജ്യാന്തര കുടിയേറ്റം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കുടിയേറ്റം മറ്റു രാജ്യങ്ങളിലേക്ക് നടക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതിൽ തന്നെ കേരളം ഏറെ മുന്നിലാണ്. കേരളത്തിൽ നിന്നും ജോലിക്കായി ഇന്ത്യയിലും മറ്റു നഗരങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കുമുള്ള കുടിയേറ്റം പുതിയ കാര്യമല്ല. 1970 മുതൽ 1980 അവസാനം വരെ ഉണ്ടായ ഗൾഫ് ബൂം നമുക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെ നേഴ്സുമാരുടെയും മറ്റ് പ്രൊഫഷണലുകളുടെയും പശ്ചിമ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കുമുള്ള കുടിയേറ്റം നാം കണ്ടിട്ടുള്ളതുമാണ്. പക്ഷേ ഇപ്പോൾ കാണുന്ന വൻതോതിലുള്ള കുടിയേറ്റം അതിൽ നിന്നൊക്കെ കുറച്ച് ഭിന്നമായ ഒന്നാണെന്നുള്ളത് ഏറെ ശ്രദ്ധേയമാക്കുന്ന ഒന്നാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ കുടിയേറ്റം പലപ്പോഴും തൊഴിൽ തേടി മാത്രമായിരുന്നു. പലരും കുറേ വർഷങ്ങൾ പുറം നാടുകളിൽ തൊഴിൽ ചെയ്തതിനു ശേഷം തിരിച്ചു വരാനും ഇഷ്ടപ്പെട്ടിരുന്നു. ഇന്ന് ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്രവണതയാണ് കാണുന്നത്. കേരളത്തിലോ കേരളത്തിന് പുറത്തോ മാന്യമായ ഒരു തൊഴിലുള്ളവർ പോലും ഇപ്പോൾ വിദേശ രാജ്യങ്ങൾ കുടിയേറി പാർക്കാൻ ഇഷ്ടപ്പെടുന്ന പ്രവണത കണ്ടുവരുന്നു. കേരളത്തിൽ നിന്നിട്ട് ഇനി ഒരു ഭാവിയില്ല എന്നൊരു ചിന്ത എങ്ങനെയോ കൂടുതൽ പ്രബലമായി വരുന്നു. എന്നേക്കുമായി നാട് ഉപേക്ഷിക്കുന്നതും ഒരുപാട് പേർക്ക് വളരെ എളുപ്പമായി വരുന്നു. തൊഴിൽ അന്വേഷണത്തിനപ്പുറം ആദ്യമേ തന്നെ കുടിയേറാൻ തീരുമാനിക്കുകയും അതിനുശേഷം മാത്രം അവിടെ പോയി എന്തു ചെയ്യുമെന്ന് ആലോചിക്കുകയും ചെയ്യുന്നു. ഇതൊരു പ്രധാന ഷിഫ്റ്റാണ്. തങ്ങൾ പഠിച്ച തൊഴിലിന് പകരം വേറെ എന്ത് കിട്ടിയാലും മതി എന്നിങ്ങനെ ഏത് അഡ്ജസ്റ്റ്മെൻറ്റിനും ആളുകൾ തയ്യാറാകുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ കുടിയേറ്റം.